ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് സസ്പെൻഷൻ ഒരു നടപടിയൊന്നുമല്ല. ഒരു പാർട്ടിയുടെ കാര്യമാണ്, അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും ഒരു നടപടി എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് നടപടിയെന്ന് സംബന്ധിച്ചിടത്തോളം. സസ്പെൻഷൻ താൽക്കാലികമായി അവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് മാത്രമാണ്. ഇത് സമൂഹത്തിൽ വലിയ അഭിപ്രായം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയെങ്കിലും നടപടിയെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനോ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ ഉള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസാണ്. ആ സഹോദരിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ നിന്നെ കൊല്ലാൻ വലിയ പാടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ കൊലക്കുറ്റം ആരോപണ കേസ് പ്രശ്നമാണതിൽ. മറ്റൊന്ന് നിയമവിരുദ്ധമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപൂർവങ്ങളായിട്ടുള്ള കേസ്. ചില കേസുകൾ പിന്നെ കോടതി പറയുമല്ലോ ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസാണെന്ന്. അതേപോലത്തെ ഒരു കേസാണിത്. എനിക്കത്ര ക്ലിയർ അല്ല അത്. ഞാൻ അങ്ങേ കൊല്ലാൻ വലിയ പാടാണെന്ന് ചോദിച്ചാൽ അതൊരു കൊലക്കുറ്റത്തിൻ്റെ ഒരു ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത്. ഇത് കോൺഗ്രസിൻ്റെ സ്ത്രീകളോടുള്ള സമീപനത്തിന് ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രഖ്യാപനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ ആകെ മാറിയിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയായിരുന്നു BJP പാർട്ടിയെയും CPIM-നെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. BJPയെ ഭീഷണിപ്പെടുത്തിയെ സംബന്ധിച്ചിടത്തോളം കാര്യം BJP മറുപടി പറയും. പക്ഷേ CPM-നെ ഭീഷണിപ്പെടുത്താനൊന്നും ശ്രീ VD സതീശൻ വരേണ്ട കാര്യമില്ല. ഞാൻ അത്രയും എടുത്തു പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബോംബ് അദ്ദേഹം ഇടുമെന്നല്ല പറഞ്ഞത്, 2 ബോംബ് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇന്ദിരാഭവനും കൺട്രോൾമെന്റ് ഹൗസും കേന്ദ്രീകരിച്ച് ചില വ്യാജ കേസുകൾ കെട്ടിച്ചമയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾക്കും അതിൻ്റെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഓരോ നിമിഷവും VD സതീശനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ വിവരവും ഞങ്ങളിൽ ഉണ്ടെന്നുള്ള വിവരം നല്ല ഓർമ്മ വേണം VD സതീശൻ. എന്ന് മാത്രമല്ല, ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് കഴിഞ്ഞ 40-40 വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. എല്ലാം ഞങ്ങൾക്കറിയാം. അദ്ദേഹം CPM-നെതിരായി ബോംബിടുന്നില്ല പറഞ്ഞത്. ബോംബിടട്ടെ. ബോംബിടുമ്പോൾ അതിനെ ചെറുക്കാൻ പറ്റുമെന്നുള്ളവർ ഞങ്ങൾ നോക്കട്ടെ. ഇന്ന് പക്ഷേ കുറച്ച് മയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ
ഈ ഇടുമെന്നൊക്കെ തന്നെ പറയുന്നവർ അത് താങ്ങൂല, ഉറപ്പാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായിരിക്കും നല്ലത്. വന്ന് നമ്മുടെ സഹോദരിമാർക്ക് പോലും പത്രസമ്മേളനത്തിൽ വന്നിരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കുകയാണ്.